ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാജ്യങ്ങളെ അറിയിക്കാൻ പോകുന്ന കേന്ദ്ര സംഘത്തെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ്. ദേശീയ താൽപര്യത്തിനാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറഞ്ഞത് കോൺഗ്രസിനെ വെട്ടിലാക്കി. തരൂരിനെ ഒഴിവാക്കിയുള്ള 4-അംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത്. വിദേശ പ്രതിനിധി സംഘത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തരൂരിനെ ഉപയോഗിച്ച് BJP നടത്തുന്നത് രാഷ്ട്രീയ കളിയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സർക്കാർ നാരദമുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി മാധ്യമവിഭാഗം തലവനുമായ ജയറാം രമേശ് ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഫോണിൽ ബന്ധപ്പെട്ട് അഭ്യർത്ഥിച്ചതിനാലാണ് 4 പ്രതിനിധികളെ കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തതെന്നാണ് ജയറാം രമേശ് പറയുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദിനെയും സർക്കാർ സമീപിച്ചതായും, എന്നാൽ പാർട്ടി തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞതെന്നും ജയറാം പറയുന്നുണ്ട്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി, സെയ്ദ് നസീർ ഹുസൈൻ, അമരീന്ദർ സിംഗ് രാജ്ബ്രോർ എന്നിവരുടെ പേരാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചത്. സർക്കാർ ഈ 4 പേരെ കുറിച്ച് ചിന്തിച്ചില്ല എന്നും ജയറാം പറയുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഔദ്യോഗിക പ്രാതിനിധ്യ ഘട്ടത്തിൽ വ്യക്തിഗത MP-മാരെ അയക്കുമ്പോൾ MP-മാർ പാർട്ടിയുടെ സമ്മതം തേടണമെന്നാണ് ജയറാം പറയുന്നത്. തരൂരിനെ കുത്തിക്കൊണ്ടാണ് ജയറാം ഇങ്ങനെ പറഞ്ഞത്. അതേസമയം കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്ന നിലയിൽ തന്നെയാണ് ശശി തരൂർ. ദേശസ്നേഹവും പൗരന്മാരുടെ കടമയാണെന്നും രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിനു പ്രസക്തിയുള്ളൂ എന്നും തരൂർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. MP എന്ന നിലയിലും പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലുമാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തിലേക്ക് ഔദ്യോഗികമായി തരൂരിനെ ക്ഷണിച്ചത്. താൻ അതിനോട് അപ്പോൾ തന്നെ അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. രാജ്യത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യാൻ സർക്കാർ ഒരു പൗരനോട് ആവശ്യപ്പെടുമ്പോൾ വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? തന്റെ കഴിവിനെയോ കഴിവില്ലായ്മയോ കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതിനുള്ള പൂർണ്ണ അവകാശം അവർക്കുണ്ട്. എന്നാൽ സർക്കാരാണ് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ അഭിപ്രായം വേറെയായിരിക്കും. ആർക്കും എന്നെ അത്ര എളുപ്പം അപമാനിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം വിലയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആശങ്കയില്ല. ഈ ചുമതല അഭിമാനത്തോടെയാണ് ഏറ്റെടുത്തത്. സംഘത്തെ അയക്കുക എന്നത് നല്ല തീരുമാനമാണ്. രാജ്യത്തിനു നേരെ ഒരാക്രമണം സംഭവിച്ച സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റവാക്കിൽ ഒരു സ്വരത്തിൽ സംസാരിക്കുന്നതും രാജ്യത്തിന് നല്ലതാണ്. അത് മുൻപും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകും എന്നാണ് വിശ്വാസം. വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലാണ്. സർക്കാർ വിളിച്ച കാര്യം പാർട്ടി നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും തരൂർ പറയുന്നു.